അപ്പോൾ കൂട്ടുകാരെ നമുക്കൊരു പുതിയൊരു വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ 1-2 വീഡിയോസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതായത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി കണക്ടറിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് ബാറ്ററി കണക്ടറിൽ 4 ലൈൻസുകളുണ്ട്. 1 പോസിറ്റീവ് ലൈൻസ്, 2 നെഗറ്റീവ് ലൈൻസ്, 3 തെർമൽ ലൈൻ, 4 ഐ ഡി ലൈൻ. അതിൽ തെർമൽ ലൈനും പോസിറ്റീവ് ലൈനും ഗ്രൗണ്ടിൻ്റെയും അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ആ ഒരു വീഡിയോ കാണുക. ഇന്ന് നമ്മൾ ഐ ഡി ലൈൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഐ ഡി ലൈൻസ് എന്തിനാണ് ഈ ഒരു ഐ ഡി ലൈന് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയുമായി ഘടിപ്പിച്ചിരിക്കുന്നത്? ആ ഒരു ഐ ഡി ലൈനിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ബാറ്ററി കണക്ടറിൽ വരുന്ന ഐ ഡി ലൈൻസിന് എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ നമ്മുടെ ഫോണിന് ഏതൊക്കെ രീതിയിൽ അത് എഫക്റ്റ് ചെയ്യും, അത് റിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊക്കെ നമുക്കിന്ന് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം തന്നെ മൊബൈൽ റിപ്പയറിംഗ് സംബന്ധമായിട്ടുള്ള വീഡിയോസുകളൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഫോണിൻ്റെ ഐ ഡി ലൈൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, പണ്ടത്തെ ഫോണുകളിലൊക്കെ നിങ്ങൾക്ക് ബാറ്ററി BSA ലൈൻ എന്ന് പറയുന്ന ഒരു ലൈൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതിന് മുമ്പുള്ള ഒരു വീഡിയോ ഞാൻ ഒരിക്കൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. 3 പിന്നുകളുള്ള, ഇപ്പോഴുള്ള ഫോണുകളിലാണ് ബാറ്ററി 4 പിന്നുകൾ കാണുന്നത്. നേരത്തെയൊക്കെ 3 പിന്നുകളായിരുന്നു. ആ ഒരു 3 പിന്നിൽ നടുക്കത്തെ ഒരു പിന്ന്, ഏതെങ്കിലും ഒരു പിന്ന് BSA പിന്നായിരിക്കും. BSA പിന്ന് എന്ന് പറഞ്ഞാൽ ബാറ്ററി സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫോണിൽ പ്രോപ്പറായിട്ടുള്ള ബാറ്ററി തന്നെയാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത് പ്രോസസ്സറിനെ മനസ്സിലാക്കി കൊടുക്കുന്ന, അല്ലെങ്കിൽ ഫോണിന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ലൈനാണ് ബാറ്ററി സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ BSA ലൈൻ എന്ന് പറയുന്നത്. ആ ഒരു BSA ലൈനിൽ അതേ കടമ തന്നെയാണ് ഈ ഒരു ഐ ഡി ലൈൻ നിർവഹിക്കുന്നത്. അതായത് നമ്മുടെ ഫോണിൽ പ്രോപ്പറായിട്ടുള്ള, അതായത് നമ്മുടെ ഫോണിന് പ്രോപ്പറായിട്ടുള്ള ബാറ്ററി തന്നെയാണ് നമ്മുടെ ഇതിൽ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നും നമ്മുടെ പ്രോസസ്സറിന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഇതാണ് ബാറ്ററി ഐ ഡി ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐ ഡി ലൈനിലേക്ക് സപ്ലൈ വരുന്നത് നമ്മൾ PMI ICയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ CPU പ്രോസസ്സർ ICയിൽ നിന്നോ ഒക്കെ ആയിരിക്കും ഈ ഒരു ഐ ഡി ലൈനിലേക്ക് സപ്ലൈ വരുന്നത്. ഓക്കെ, ബാറ്ററി കണക്ടറിൽ വരുന്ന ഐ ഡി ലൈൻ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയിൽ BMS ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡുണ്ട്, ബാറ്ററി പ്രൊട്ടക്ഷൻ ബോർഡ്. ആ ഒരു BMS ബോർഡിൽ ഒരു റെസിസ്റ്റർ വഴി ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. അതായത് ബാറ്ററിയുടെ ഒരു ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. ഈ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂവിനനുസരിച്ചായിരിക്കും, അതായത് ബാറ്ററി നമ്മൾ ഫോണിൽ കണക്ട് ഇടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു റെസിസ്റ്ററിൻ്റെ സഹായത്തോടു കൂടി, ഈ റെസിസ്റ്ററിൻ്റെ ഒരു വർക്കിങ്ങിൻ്റെ ഇതിൻ്റെയോടുകൂടി ഇതിൻ്റെ വാല്യൂവിന്, ഈ ഒരു ഐ ഡി ലൈനിൽ വരുന്ന വാല്യൂവിന്, അതിൻ്റെ വോൾട്ടിന് വ്യത്യാസം വരികയും ആ ഒരു വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് CPUന് അല്ലെങ്കിൽ ഫോണിന് മനസ്സിലാവുക ഫോണിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ബാറ്ററി തന്നെയാണ് ഇട്ടിരിക്കുന്നത്, അതിന് ഇത്ര mAh ഉള്ള ബാറ്ററിയാണ്, അതിൻ്റെ ബാക്കി ലൈൻസ് ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഓക്കെയാണ് എന്ന് ഇൻഫർമേഷൻ ലഭിക്കുകയും അതിൻ്റെ സഹായത്തോടു കൂടി CPU ഫോൺ ഓണാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി കണക്ടറിൽ വരുന്ന ഈ ഒരു ഐ ഡി ലൈനിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരികയാണെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമ്മുടെ ഫോണിനെ ബാധിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് നമ്മുടെ ഫോൺ ഡെഡ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഫോൺ ഓണാകാത്ത ഒരു കണ്ടീഷനിലേക്ക് പോകും. ഈ ഒരു ഐ ഡി ലൈനിൽ പ്രശ്നം വരികയാണെങ്കിൽ, ബാറ്ററി ഐ ഡി ലൈനിൽ പ്രശ്നം വരികയാണെങ്കിൽ മിക്കവാറും നമ്മുടെ ഫോൺ ഓൺ ആകത്തില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ചാർജിങ്ങിനെയും ഈ ഒരു ഐ ഡി ലൈനിൽ വരുന്ന പ്രോബ്ലംസുകൾ നമ്മുടെ ഫോണിൻ്റെ ചാർജിങ്ങിനെയും ബാധിക്കും. നമ്മുടെ ഫോൺ ഓണാകാത്ത എന്തെങ്കിലും കണ്ടീഷൻ വരികയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ഐ ഡി ലൈൻ ചെക്ക് ചെയ്യുക. മിക്കവാറും ഐ ഡി ലൈൻ ചെക്ക് ചെയ്തിട്ട് യാതൊരു പ്രോബ്ലംസ് ഇല്ലെങ്കിൽ മിക്കവരും ബാറ്ററി മാറുകയാണ് ചെയ്യുന്നത്. ബാറ്ററി മാറിക്കഴിഞ്ഞാൽ പ്രോബ്ലംസ് മാറും. എന്നാൽ ബാറ്ററി മാറാതെ തന്നെ ഈ ഒരു BMS ബോർഡിനകത്തുള്ള ഈ ഒരു റെസിസ്റ്റർ, പ്രോപ്പറായിട്ടുള്ള കറക്റ്റായിട്ടുള്ള വാല്യൂള്ള റെസിസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി മാറാതെ തന്നെ നമ്മുടെ ഫോണ് ഓണാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു റെസിസ്റ്ററിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് കൊണ്ടാണ് മിക്കവാറും ഐ ഡി ലൈനിൽ ഈ ഒരു പ്രശ്നം വന്നിട്ട് ഫോൺ ഓണാകാതെ വരുന്നത്. എന്നാൽ ഈ ഒരു റെസിസ്റ്റർ നമ്മൾ റെഡിയാക്കി റെസിസ്റ്റർ മാറ്റുകയാണെങ്കിൽ ബാറ്ററി മാറാതെ തന്നെ നമുക്ക് ഫോണ് റെഡിയാക്കി എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫോൺ ഓണാകുന്നതിന് നമ്മുടെ ബാറ്ററിയിലെ പോസിറ്റീവ് ലൈൻ മാത്രമല്ല വേണ്ടത്, നമ്മുടെ ഐ ഡി ലൈനും തെർമൽ ലൈനും എല്ലാം പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു ഫോൺ ഓണാവുകയുള്ളൂ. അതുപോലെ തന്നെ ബാറ്ററി ചാർജൊക്കെ പ്രോപ്പറായിട്ട് കയറണമെന്നുണ്ടെങ്കിലും ഈ ഒരു ലൈൻസുകളെല്ലാം തന്നെ കറക്റ്റായിട്ട് വർക്കിംഗ് ആയിരിക്കണം. ഓക്കെ, നമ്മുടെ ഫോൺ ഡെഡ് ഫോൺ എല്ലാം വരികയാണെങ്കിൽ, ഫോൺ ഓണാകാത്ത കണ്ടീഷനിലോ അല്ലെങ്കിൽ ചാർജ് കയറാത്ത കണ്ടീഷനിലൊക്കെ ഫോൺ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 ലൈൻ കൂടി, തെർമൽ ലൈനും ഐ ഡി ലൈനും കൂടി തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഈ ഒരു തെർമൽ ലൈൻ ഐ ഡി ലൈനിൽ വരുന്ന റെസിസ്റ്ററിൻ്റെ വാല്യൂയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടൊക്കെയാണ് മിക്കവാറും ഈ ഒരു പ്രോബ്ലംസ് വരുന്നത്. അല്ലെങ്കിൽ ഈ ലൈൻ ബ്രേക്ക് ആവുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെക്ഷനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ചും വീഡിയോസ് തയ്യാറാക്കിയിടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.